കൊടകര കുഴൽപ്പണക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് ഇഡി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പണം എത്തിച്ചത് BJPക്കല്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. കേസിൽ പോലീസിന്റെ കണ്ടെത്തൽ തള്ളി. ആകെ 23 പ്രതികളാണുള്ളത്. കലൂർ PMLA കോടതിയിലാണ് ഇഡി കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ ഇഡി തന്നെ മൊഴിയെടുക്കാൻ വിളിച്ചിട്ടില്ലെന്ന് കേസിൽ 24ലൂടെ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീഷ് പറഞ്ഞു. ഇഡി ഇതെങ്ങനെയാണ് ഞാനൊരു സാക്ഷിയാണ് ആ കൊടകര കുഴൽപ്പണ കേസിൽ. എന്നെ ഇതുവരെ ഇഡി ബന്ധപ്പെട്ടിട്ടില്ല. ആരിനൊക്കെയാണോ ഇഡി ബന്ധപ്പെട്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് ഇത് അല്ലാന്ന് പറയാനായിട്ട് ഇഡിക്ക് ഉൾവിളി ഉണ്ടായെന്ന് എനിക്കറിയുന്നില്ല. കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഏജൻസിയുടെ രാഷ്ട്രീയ ദാസ്യവേലയാണ് വെളിവായതെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പ്രതികരിച്ചു. വിവരങ്ങളുമായി ശ്രീകാന്ത് ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിൽ കൊടകരയിലെ കവർച്ചയുമായി ബന്ധപ്പെട്ട കുറ്റപത്രമാണ്. കവർച്ചയ്ക്ക് ശേഷം ആ കവർച്ച ചെയ്ത പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതിനു മുൻപ് ഈ പണം എവിടെ നിന്നും വന്നു, ആർക്ക് വേണ്ടി വന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ അന്വേഷണം പോയിട്ടില്ല. അതിൽ BJPക്ക് വന്ന പണമാണ് എന്ന പോലീസിന്റെ കണ്ടെത്തൽ തള്ളിക്കളയുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നേരത്തെ ഈ കേസിലെ ധർമ്മരാജനെ ചോദ്യം ചെയ്തപ്പോൾ തന്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് കൊണ്ടുവന്ന പണമാണെന്നും അതിന്റെ രേഖകളുണ്ടെന്നും ധർമ്മരാജൻ ഇഡിയോട് പറഞ്ഞിരുന്നു. ആ രേഖകൾ ധർമ്മരാജൻ ഇഡിക്ക് മുൻപാകെ ഹാജരാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് നഷ്ടപ്പെട്ട പണം, അത് കവർച്ച ചെയ്യപ്പെട്ട പണം, അത് വെളുപ്പിച്ച ആളുകൾ അവരെ പ്രതി ചേർത്താണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. 23 പേരാണ് ഈ കേസിലെ പ്രതികൾ. കലൂരിലെ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. നേരത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അടക്കം ആരോപണ വിധേയനായ കേസാണ് ഇത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ BJP നേതാക്കൾക്കെതിരെ യാതൊരു തരത്തിലുള്ള പരാമർശവും കുറ്റപത്രത്തിൽ ഇല്ല. ഒരു ഘട്ടത്തിൽ പോലും BJP നേതാക്കളെ ചോദ്യം ചെയ്യൽ ഇഡി വിളിച്ചിട്ടില്ല. കാരണം ഈ പണം കൊണ്ടുവന്നത് ബിസിനസ് ആവശ്യങ്ങൾക്കാണ് എന്ന് ധർമ്മരാജൻ രേഖാമൂലം ഇഡിക്ക് മുൻപാകെ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കവർച്ച ചെയ്യപ്പെട്ട പണം, അത് വെളുപ്പിച്ച ആളുകൾ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നടന്നത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.